നമസ്കാരം. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ വി.ഡി. സതീശൻ ഇരിക്കുമ്പോൾ അതിലേക്ക് നയിച്ചവരിൽ നിർണായക റോൾ വഹിച്ചത് രണ്ടു കൂട്ടരാണ്. ഒന്ന്, കേരളത്തിന്റെ ജനവികാരം സതീശനൊപ്പമെന്ന് തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ്. രണ്ടാമതായി, കേരളത്തിലെ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ വി.എം. സുധീരൻ. സതീശനെ മാറ്റി നിർത്തി കെ.സിയെ രംഗത്തിറക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങളെയെല്ലാം അവസാന നിമിഷം തളർത്തിക്കളഞ്ഞത് ഇവരുടെ ഇടപെടലാണ്. വി.എം. സുധീരൻ രാഹുൽ ഗാന്ധിയുമായി നടത്തിയ നിർണായകമായ 2 മണിക്കൂർ സംഭാഷണമാണ് സതീശന്റെ തലവര മാറ്റിയത്. വി.ഡി. സതീശന് കേരളത്തിലുള്ളത് വെറും പെയ്ഡ് PR തള്ളാണെന്നും സോഷ്യൽ മീഡിയയിലെ ആവേശം കൃത്രിമമാണെന്നുമായിരുന്നു കെ.സിയെ അനുകൂലിച്ചവർ വാദിച്ചത്. എന്നാൽ സതീശന്റെ പിന്നിലുള്ളത് കേരളത്തിലെ സ്ത്രീകളുടെയും യുവാക്കളുടെയും യഥാർത്ഥ വികാരമാണെന്ന് സുധീരൻ കണക്കുകൾ നിരത്തി രാഹുലിനെ ബോധ്യപ്പെടുത്തി. സതീശനെ തഴഞ്ഞാൽ അത് കേരളത്തിൽ കോൺഗ്രസിന്റെ ആത്മഹത്യയായിരിക്കുമെന്ന സുധീരന്റെ താക്കീത് രാഹുലിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ വിദ്വേഷ പ്രസ്താവനകളെ സതീശൻ നേരിട്ട രീതിയെ സുധീരൻ വാനോളം പുകഴ്ത്തി. മതേതരത്വം ഉയർത്തിപ്പിടിച്ച സതീശന് ഈഴവ സമുദായത്തിൽ പോലും സ്വീകാര്യത കൂടിയെന്ന് സുധീരൻ രാഹുലിനെ ധരിപ്പിച്ചു. വെള്ളാപ്പള്ളിയെ സുഖിപ്പിക്കാൻ നോക്കിയ പിണറായിക്ക് തിരിച്ചടി കിട്ടിയപ്പോൾ നിലപാടിൽ ഉറച്ചുനിന്ന സതീശൻ ജനകീയനായത് എങ്ങനെയെന്ന് വ്യക്തമായതോടെ രാഹുലിന്റെ സംശയങ്ങൾ മാറി. കെ മുരളീധരൻ പോലും 15 മിനിറ്റിൽ കൂടിക്കാഴ്ച തീർത്തപ്പോൾ സുധീരൻ 2 മണിക്കൂർ എടുത്തത് സതീശന്റെ കാര്യത്തിൽ നിർണായകമായി. സതീശന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രകടനങ്ങൾ ഹൈക്കമാൻഡിനെ വിരട്ടാൻ കെ.സി പക്ഷം സംഘടിപ്പിച്ചതാണെന്ന ആരോപണത്തെ ശരിവെക്കാൻ സുധീരൻ തയ്യാറായില്ല. ഇത് ജനങ്ങളുടെ സ്വാഭാവിക പ്രതികരണമാണെന്നും സതീശനെ മാറ്റുന്നത് രാഹുലിന്റെ പ്രിയങ്കയുടെയും രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൂടാതെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരു MP കെട്ടിയിറക്കി മുഖ്യമന്ത്രിയാക്കുന്നത് യുക്തിരഹിതമാണെന്ന സുധീരന്റെയും A.K. ആന്റണിയുടെയും നിലപാട് എതിരാളികളുടെ സകല വഴികളും അടയ്ക്കുകയായിരുന്നു. MP മാർ മത്സരിക്കുന്നത് ഹൈക്കമാൻഡ് വിലക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന MLA മാർ മത്സരിക്കാത്ത ഒരു MP നിയമസഭാ കക്ഷി നേതാവാക്കുന്നത് യുക്തിസഹമല്ലെന്ന നിലപാടും സുധീരൻ കൈക്കൊണ്ടു. രാഹുൽ ഗാന്ധിയോട് സംസാരിച്ച A.K. ആന്റണിയും ഇതേ നിലപാടിലായിരുന്നു. ഒപ്പം UDF-ലെ രണ്ടാം കക്ഷിയെ മുസ്ലിം ലീഗിന്റെ കനത്ത സമ്മർദ്ദവും വേണുഗോപാലിന് പകരം വി.ഡി. സതീശനെ നായകനാക്കുന്നതിൽ നിർണായകമായി. നിയമസഭാ കക്ഷിയിൽ ഭൂരിപക്ഷമുള്ള വേണുഗോപാലിനെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി നിയമിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുത്തിരുന്നു. തീരുമാനം മാറ്റാൻ തയ്യാറാകാതിരുന്ന രാഹുലും ഖാർഗെയും ബുധനാഴ്ച ഉച്ച കഴിഞ്ഞാണ് മാറി ചിന്തിച്ചത്. KPCC മുൻ പ്രസിഡന്റുമാരായ V.M. സുധീരനും K. മുരളീധരനും ഡൽഹിയിലെത്തി രാഹുലുമായി നടത്തിയ വിശദമായ ചർച്ചയിൽ വേണുഗോപാലിനെതിരെ ഒരു വിഭാഗം പ്രവർത്തകർക്കുള്ള എതിർപ്പും സതീശനുള്ള വലിയ ജനപിന്തുണയും ബോധ്യപ്പെടുത്തി. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് രാഹുലുമായി പ്രിയങ്ക ഗാന്ധി നടത്തിയ കൂടിയാലോചനയും സതീശന്റെ ഭാഗ്യമായി. സോണിയാഗാന്ധിയും അനുകൂലിച്ചു. കോൺഗ്രസ് അനുകൂലികൾക്ക് പുറമെ സതീശന് ലഭിച്ച സ്വീകാര്യത ഹൈക്കമാൻഡിനെ വിസ്മയിപ്പിച്ചു. CPM-നും BJP-ക്കും എതിരെയുള്ള കരുത്തനായ പോരാളി എന്നതും സതീശന് നേട്ടമായി. സംസ്ഥാനത്താകെ ന്യൂനപക്ഷ വോട്ടർമാർ UDF-ന് നൽകിയ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ലീഗിന്റെ നിലപാടിന് സാധുതയേറി. കോൺഗ്രസ് നിയമസഭാ കക്ഷിയിലെ MLA-മാരുടെ പിന്തുണയെ മറികടന്നുള്ള രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെയും തീരുമാനം കേരളത്തിലെയും ഇന്ത്യയിലെയും രാഷ്ട്രീയത്തിലെ ദീർഘകാല രാഷ്ട്രീയ സന്ദേശമുള്ള ഗെയിം ചേഞ്ചറായി മാറുകയായിരുന്നു.